നമസ്കാരം. ഫ്രം ദ ആഷസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രം ദ ആഷസ് എന്ന് പറഞ്ഞാൽ ചാരത്തിൽ നിന്ന് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് വിശേഷണങ്ങൾക്ക് അതീതയായ ഒരു വ്യക്തിയാണ്. ശ്രീമതി കെ ശൈലജ, കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രി, നിലവിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സ്വാഗതം ശ്രീമതി കെ ശൈലജ ടീച്ചർ. നമസ്കാരം ടീച്ചറെ, നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാം എന്ന് തോന്നുന്നു. കെ ശൈലജ എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്ന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി നിൽക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം വലിയ ചൂട് പിടിപ്പിക്കുന്നുണ്ട് കേരളത്തെ. ഇപ്പോൾ എങ്ങനെ തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച്? വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ സജീവമാകേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾ വളരെ സജീവമായി. അടുത്ത ദിവസങ്ങളിലെ കാര്യമാണെങ്കിൽ ഗവർണറുമായിട്ടുണ്ടായിട്ടുള്ളൊരു വലിയ പ്രശ്നമാണ്. അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അതിലിടപെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ക്യാമ്പസിനകത്ത് നല്ല രാഷ്ട്രീയം ഉണ്ടാകണം, മത്സരം ഉണ്ടാകണം. അതേസമയത്ത് ക്യാമ്പസിനകത്ത് നിലനിൽക്കേണ്ടുന്ന ചില ജനാധിപത്യ മൂല്യങ്ങളുണ്ട്. ക്യാമ്പസിലല്ല, ഇന്ത്യയിലൊട്ടാകെ തന്നെ. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. സെക്യുലറിസവും ഡെമോക്രസിയാണ് നമ്മുടെ മുഖമുദ്രയായിട്ട് എടുക്കുന്നത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സെനറ്റുകളിലേക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ്വിനെ മാത്രം നോക്കിക്കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന തീരുമാനം ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ABVPയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവർ വന്നുകൂടാനില്ല. ABVPക്കാർക്ക് ക്യാമ്പസ് സെനറ്റിൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ അവരെ മാത്രം തിരഞ്ഞെടുത്ത് റിക്രൂട്ട് ചെയ്യുന്നൊരു സ്വഭാവം ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് ഗവർണർ കാണിക്കുന്നു എന്നതിലുണ്ടായിട്ടുള്ള വലിയ അസംതൃപ്തിയാണ് ഇപ്പോൾ ക്യാമ്പസ് വളരെ പ്രക്ഷുബ്ധമാകാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ചാൻസലർ ഗോബേക്കൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യേണ്ടത്. മാത്രമല്ല ഈ അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നതിൽ ഇപ്പോൾ സെക്രട്ടറി PM ആർഷോ എന്ന് പറയുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുന്നത് അനുശ്രീ എന്ന് പറയുന്ന വളരെ മിടുക്കിയ ഒരു പെൺകുട്ടിയാണ്. കാരണം അവളുടെ ചിത്രമൊക്കെ കണ്ടിങ്ങനെ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ ആവേശം. അനുശ്രീ വളരെ നല്ല, ആ കുട്ടിയുടെ സംസാരം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്വതയോടെ, വളരെ പക്വതയോടുകൂടി. ആർഷോ കുറച്ച് നാളൊരു രാഷ്ട്രീയ കേസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മാറി നിൽക്കേണ്ടപ്പോൾ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും ഉത്തരവാദിത്തമെടുത്ത് അനുശ്രീ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഒരു അത്ഭുതത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെയാണ് അത് കണ്ടത്. എത്ര ഭംഗിയായിട്ട് ആർഷോയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. എന്നാൽ അനുശ്രീ ഒരു പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള അങ്ങനെ ആൺപെൺ ഭേദം വേണ്ടതില്ല, ആർക്കും ഇതിനെ നയിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അനുശ്രീ. നല്ല പക്വമായിട്ടുള്ള സംസാരവും അവതരണവും ഒക്കെയാണ് അനുശ്രീയുടേത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഇപ്പോഴുള്ള ഈ ആവേശമൊക്കെ കാണുമ്പോൾ പഴയ വിദ്യാർത്ഥി കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അതെ, പക്ഷെ അതിലൊരു തമാശയുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് യഥാർത്ഥത്തിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം. ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും ഒക്കെ പോകും. എൻ്റെ അമ്മമ്മ വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തകയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് SFI ആണ്. SFIയുടെ ക്യാമ്പയിൻ വർക്കിനൊക്കെ പോകും. പക്ഷേ നേതൃത്വപരമായൊരു ഉത്തരവാദിത്വത്തിലേക്ക് വരാൻ ലേശം മടി കാണിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഇത്തിരി പിന്മാറി നിൽക്കുന്ന ആളായിരുന്നു. പലരും പറയും അന്നത്തെ ആ ശൈലജയാണോ ഇപ്പം ഇയാളും ചോദിക്കും. കാരണം ഞാൻ അന്ന് ഒന്നാമതേ ഞങ്ങളുടെ എല്ലാം പ്രദേശത്ത് നിന്ന് കോളേജിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം തന്നെ വളരെ കുറവായിരുന്നു. പിന്നെ കോളേജിൽ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് അങ്ങനെയുള്ളൊരു വലിയ സ്വപ്നവും വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയാൽ അതൊന്നും സാധിക്കില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ക്ലാസ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഹാജരാകുന്ന, ക്ലാസ് കട്ട് ചെയ്യാത്ത, അങ്ങനെയെല്ലാം ഉള്ള ഒരു സ്വഭാവമായിരുന്നു ആ സമയത്ത്. ടീച്ചർമാർക്ക് കുഴപ്പമില്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശരിയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. കുറേയും കൂടി സജീവമാകുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് അഭിപ്രായം. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വളരെ സജീവമായി, സത്യം പറഞ്ഞാൽ SFIയിൽ ഞാൻ ഒരു ഏരിയ സമ്മേളനത്തിൽ വെച്ച് ഏരിയ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിലുപരിയായിട്ട് SFIയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അതൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ ഒരു സജീവ പ്രവർത്തകയായിട്ട് അന്നേ ഞാൻ വരേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ തൊട്ടടുത്ത് ഞാൻ വനിതാ മൂവ്മെൻറ്റിലും അതുപോലെ തന്നെ യൂത്തിലും കേന്ദ്രീകരിച്ചു.
KSYF-ൻ്റെയും പിന്നെ DYFIയുടെയും സജീവ പ്രവർത്തകയായി അതിൻ്റെ ഉയർന്ന കമ്മിറ്റികളിലേക്കൊക്കെ വരാനും ഭാരവാഹിത്വം ഏറ്റെടുക്കാനും ഒക്കെ ഞാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ കുട്ടികൾ. നിങ്ങൾ നോക്കൂ, പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ഒന്നും ഇല്ലാത്തവർ കുറവാണ്. വളരെ വളരെ സജീവമാണ്. പക്ഷേ കുറച്ചുകൂടി പൊളിറ്റിക്കലൈസ്ഡ് ആവണം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. നല്ല വിദ്യാഭ്യാസ പിന്നെ ധാരണയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനോ ഒക്കെയുള്ള ധാരാളം പെൺകുട്ടികൾ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടാതെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവരായിട്ടുണ്ട്. അത് ഗുണം ചെയ്യില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പെൺകുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് വരണം. അവർ നല്ല പ്രവർത്തന രംഗത്തേക്കും ലീഡർഷിപ്പിലൊക്കെ വരണം. മാത്രമല്ല ഈ മേഖല മാത്രമല്ല, ഞാൻ പറയുന്നത് ഏണിംഗ് മെമ്പേഴ്സായിട്ട് മാറാൻ. ഇപ്പം എല്ലാവർക്കും ഗവൺമെൻറ് സെക്ടറിൽ PSC നിയമനം വഴി അല്ലെങ്കിൽ തസ്തിക ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നൊരു സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊക്കെ മാറിയാലേ കുറേയും കൂടി ഗവൺമെൻറ് സെക്ടറിലൊക്കെ പോസ്റ്റ് ക്രിയേഷനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തൊഴിലവസരം സൃഷ്ടിച്ചെടുക്കാനും കഴിയുള്ളൂ. പക്ഷേ അത് മാത്രമല്ലല്ലോ തൊഴിൽ മേഖല. സ്വയം സംരംഭകരായിട്ടൊക്കെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാണ് കുറച്ചുകൂടി ഇക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി സ്മാർട്ടാവുന്നത് തോന്നുന്നു. കാരണം ഈ സ്വയം സംരംഭകരാവുക, ബിസിനസ്സിലേക്ക് വരിക, കൂടുതലായിട്ടൊക്കെ ശരിയാണ്. ഈ പൊളിറ്റിക്കലൈസ് ആവുന്നു എന്നുള്ളതിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിഷൻ ഉണ്ടല്ലേ. പണ്ടത്തെക്കാളും പെൺകുട്ടികൾ കുറച്ചുകൂടിയൊക്കെ ഞങ്ങൾക്ക് കഴിയുമെന്നൊരു ധൈര്യമൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ. തീർച്ചയായിട്ടും അത് നന്നായിട്ട് കേരളത്തിൽ ശക്തമായിട്ടുണ്ട്. ഞാൻ പൊളിറ്റിക്കലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാവുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി, ഈ സമൂഹത്തിൻ്റെ അന്തരീക്ഷം, സമൂഹത്തിൽ സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയവും സാമൂഹ്യവുമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുണ്ട് സമൂഹത്തിൽ. ഇപ്പം നമുക്ക് മുമ്പേ നടന്നു പോയവർ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട്. ജാതി വിവേചനത്തിനെതിരെ, അയിത്ത ആചരണത്തിനെതിരെ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന ഈ സവർണ മേധാവിത്വത്തിൻ്റെ തിട്ടൂരത്തിനെതിരെ, അങ്ങനെയെല്ലാം വലിയ പോരാട്ടം നടത്തിയിട്ടാണ് പെൺകുട്ടികൾ നല്ല എഡ്യൂക്കേറ്റഡായി മാറുന്നതിനുള്ള അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചത്. എഡ്യൂക്കേഷൻ ലഭ്യമായിട്ടുള്ള ആ പെൺകുട്ടികൾ അവരും സാമൂഹ്യ പരിവർത്തനത്തിൽ പങ്കാളിയാവണം. ഞാനും എൻ്റെ ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, പൊതുവായിട്ട് ഈ സമൂഹത്തിൽ എന്താ നടക്കുന്നത്, വീണ്ടും മതപരമായ വേർതിരിവുണ്ടാകുന്നുവോ, വീണ്ടും ആ ജാതിപരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അത് വല്ലാത്ത രീതിയിൽ വളർന്നു വരുന്നുണ്ടോ, അങ്ങനെയെല്ലാമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ അവർ ഭാഗവാക്കാകണം. അതിലിടപെട്ടവർ പ്രവർത്തിക്കേണ്ടവരാണ്, സംസാരിക്കേണ്ടവരാണ്. പിന്നെ ഇന്ത്യയുടെ ഡെമോക്രസി അത് പൂർണ്ണമാണോ? ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ്. പരിപൂർണ അവസര സമത്വം ഇന്ത്യയിലുണ്ടോ? കേരളത്തിൽ അത് പൂർത്തിയായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പുതിയ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാം പറയും ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഉപഭോഗ ഭ്രാന്ത്, അതിൻ്റെ ഭാഗമായിട്ട് ലാഭം കിട്ടുമെങ്കിൽ എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ മടിക്കാത്ത മൂലധന വക്താക്കൾ, അവരെല്ലാം ചേർന്ന് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ പഴയ ഫ്യൂഡൽ കൺസെപ്റ്റും ഇപ്പോഴത്തിലുള്ള മുതലാളിത്തത്തിൻ്റെ പണക്കൊതിയും ചേർന്നിട്ടാണ് ഇന്നത്തെ സ്ത്രീധന സമ്പ്രദായം ഇങ്ങനെ രൂക്ഷമാകുന്നത്. ഒന്ന്, സ്ത്രീകളെന്ന് പറഞ്ഞാൽ തുല്യ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാണ്. സ്ത്രീയും പുരുഷനും പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലും കാണേണ്ടത്. ആ മനോഭാവമല്ല. പുരുഷൻ ഇത്തിരി മേലെയുള്ളതും സ്ത്രീ ഇത്തിരി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതുമാണ്. അതുകൊണ്ട് സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ സ്ത്രീയുടെ വീട്ടുകാർ ധാരാളം സമ്പത്ത് കൊടുക്കണം പുരുഷന്. അത് സ്ത്രീധനത്തിൻ്റെ ഒരു വശം, സാമൂഹ്യമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ തെറ്റ്. രണ്ടാമത്തത് പണത്തോടുള്ള ആർത്തിയാണ്. ഇഷ്ടംപോലെ സ്വത്ത് ഈ സ്ത്രീയെ കല്യാണം കഴിക്കുക വഴി നേടാനും സുഖലോലുപമായിട്ടുള്ള ജീവിതം നയിക്കാനും സാധിക്കുമെന്ന മുതലാളിത്ത ഉപഭോഗ ആർത്തിയാണ് സ്ത്രീധന സംവിധാനത്തെ ഇത്ര പൊലിപ്പിച്ച് നിർത്തുന്നത്. ഏറ്റവും ഒടുവിൽ MBBS പാസ്സായി കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ മനംനൊന്ത് തൻ്റെ പ്രണയം നിരസിക്കപ്പെടുന്നു എന്ന് തോന്നിയിട്ട് ആത്മഹത്യ ചെയ്തു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡാണ് പെൺകുട്ടികൾ, പക്ഷേ അവർക്ക് എന്തുകൊണ്ട് വളരെ ഗൗരവമായിട്ട് വളരെ ധൈര്യത്തോടു കൂടി ജീവിതത്തെ സമീപിക്കാൻ പറ്റുന്നില്ല? സ്ത്രീധനം ചോദിക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ അങ്ങനെ ഒരു പങ്കാളിത്തം തനിക്ക് കിട്ടുന്നത് ജീവിതം ഭദ്രമാക്കില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ചിന്തിക്കാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് കഴിയണ്ടേ? പ്രണയമൊക്കെ ശരി തന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകാം, പക്ഷേ അദ്ദേഹം പ്രണയമല്ല കാണുന്നത്, കാറും ആഭരണങ്ങളും ഭൂസ്വത്തും. അങ്ങനെ ചോദിച്ചാൽ തന്നെ
ശരി ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, ഇത്തരം ഒരു പ്രണയമല്ല നിന്നിൽ നിന്ന് ഞാൻ കാക്ഷിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കലാശാല ബിരുദം മാത്രമല്ല, എഡ്യൂക്കേഷൻ കുട്ടികളെ നല്ല പ്രാപ്തരാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. എങ്ങനെ ഇത്ര മനോഹരമായി ടീച്ചർ സംസാരിക്കുന്നത്? അത് മനോഹരമാണെന്ന് അപർണയ്ക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തോന്നുന്നതായിരിക്കും. അതൊക്കെ ആപേക്ഷികമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ പറയുന്നത് മനോഹരമായി തോന്നും. എന്നാൽ ഈ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് എത്ര നേരമായി ടീച്ചർ ഇങ്ങനെ എന്ത് പറയുന്നു എന്നുള്ള മടുപ്പുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആപേക്ഷികമാണെന്ന് പറയാം. പിന്നെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ, നമ്മളുടെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അത് കേൾക്കുന്നവർക്കും. ക്ലാസ്സിൽ വടിയെടുക്കുന്ന ടീച്ചറായിരുന്നു? ഇല്ല, ഞാൻ വടിയിൽ വിശ്വസിക്കുന്ന ടീച്ചറായിരുന്നില്ല. വടിയില്ലാതെ തന്നെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ക്ലാസ് നിയന്ത്രിക്കാൻ കഴിയും എന്ന അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ഒന്നാമതേ, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഏത് സമൂഹത്തിൽ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. സമൂഹത്തിൻ്റെ ഒരു നഖചിത്രമായിരിക്കും ക്ലാസ്സിലിരിക്കുന്നത്. ആ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട, സാമ്പത്തികമായി വളരെ താഴ്ന്ന സ്ഥിതിയിലുള്ള രക്ഷിതാക്കളുടെ കുട്ടികളുണ്ടാകും, അത്തരം കുടുംബത്തിൽ വരുന്നവരുണ്ടാകും. നല്ല വെൽ ബിൽറ്റായിട്ടുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ കുട്ടികളുണ്ടാകും. വീട്ടിൽ അച്ഛനും അമ്മയും വലിയ സ്നേഹത്തോടെ പരസ്പര ധാരണയോടെ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. വീട്ടിലെത്തിയാൽ പരസ്പര ശത്രുക്കളായി വലിയ തോതിൽ ലഹള കൂടുന്ന ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു രക്ഷിതാവിന് അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെട്ടവരുണ്ടാകാം. രണ്ടു കൂട്ടരെയും നഷ്ടപ്പെട്ട് കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ ജീവിക്കുന്നവരുണ്ടാകാം. എല്ലാം കൂടി ചേർന്ന ഒന്നാണ് ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് റൂമിലെ മൊത്തം കുട്ടികൾക്കും കൂടി വേണ്ടി ഒരേ ഭാവഭാവാദികളോട് പെരുമാറാൻ ഒരു ടീച്ചർക്ക് പാടില്ല. അങ്ങനെ പെരുമാറിയാൽ ശരിയാവില്ല. അവരെ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കാണിക്കേണ്ടുന്ന ചില സവിശേഷതകളുണ്ട് പെരുമാറ്റത്തിൽ. അതാണ് പാഠം പഠിപ്പിക്കുമ്പോൾ പോലും അങ്ങത്തരമുള്ള കുട്ടികളോട് കാണിക്കേണ്ടുന്ന ചില മാനസികമായിട്ടുള്ള റാപ്പോ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചില കുട്ടികൾ ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും ആലോചിച്ചിരിക്കുന്നവരായിരിക്കാം. ചിലർ വളരെ നോട്ടിയായിട്ട് ഈ ക്ലാസ്സേ ഞാൻ ഇന്ന് അലമ്പാക്കിയിട്ടേ തീരുള്ളൂ എന്നുള്ള വളരെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുരുത്തം കെട്ട കുട്ടികളായിരിക്കാം. അതൊരു ഗുരുത്തക്കേടല്ല. അവരെ അങ്ങനെയാണ്, അവർ ഉള്ളിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ വിമിഷ്ടമായി പ്രകടിപ്പിക്കുന്നത് അവരെ മുന്നിൽ കിട്ടുന്ന ടീച്ചറോടായിരിക്കും. അപ്പം അത് ഒറ്റ അടിക്ക് അതിനോട് ഭയങ്കര ദേഷ്യം വന്ന കുട്ടിയെ ഗെറ്റ് ഔട്ട് എന്ന് ക്ലാസ്സിൽ നിന്ന് പറയുന്നത് ഒരു അധ്യാപികയ്ക്ക് നല്ല സ്വഭാവമല്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ സ്കൂൾ ജീവിതത്തിനകത്തുണ്ടായിട്ടുണ്ട്. വളരെ നോട്ടിയായി എഴുതി തള്ളിയ, വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം ആ കുട്ടി ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പാഠം എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചില ടീച്ചർമാരെങ്കിലും പറഞ്ഞിട്ടുള്ള കുട്ടികളുമായിട്ട് ഇടപെട്ട് അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരാൻ ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ചില അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നോട്ടിയായി തള്ളിയൊരു കുട്ടി ഇന്ന് പട്ടാളത്തിലൊരു വലിയ ഓഫീസറായിട്ടിരിക്കുകയാണ്. അവന് സ്പോർട്സിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ PT അധ്യാപകനോട് പറഞ്ഞു, ഇവനെ ഒന്ന് ഓടിക്കണം. അവൻ വളരെ കുരുത്തം കേട്ടതാണ്. ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പഠിക്കാനും വിടില്ല, ടീച്ചർമാരെ പാഠം എടുക്കാനും വിടില്ല. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അവനും ഞാനുമായിട്ടൊരു വലിയ സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കുട്ടിയായിട്ട് അവൻ മാറി. അധ്യാപകരാകെ പിന്നെ അവൻ കായിക മേഖലയിൽ ഞങ്ങളുടെ സ്കൂളിനായിട്ടൊരു മെഡൽ സംസ്ഥാന മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കുറ്റം പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ അവനെ അസംബ്ലിയിൽ അഭിനന്ദിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരടർന്നു വീണിരുന്നു. പക്ഷെ അതൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ അനുഭവങ്ങളാണ്. പിന്നെ അവനോട് പറഞ്ഞു, നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും SSLC പാസ്സാകാൻ ശ്രമിക്കുക, എന്നാൽ ജോലി ഉറപ്പാണ്. പറഞ്ഞത് പാലിച്ചു. വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. SSLC പാസ്സായി. പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ അവൻ പോയി. നല്ല ബോഡി ഷേപ്പായിരുന്നു. ഇപ്പം നല്ല ഉയർന്ന ഓഫീസറായിട്ട് പട്ടാളത്തിൽ അവൻ നല്ല മിടുക്കനായിട്ട് കഴിയുന്നു. ഈ പഠിപ്പിച്ച കുട്ടികൾ പിന്നീട് ടീച്ചർ ഇങ്ങനെ മിനിസ്റ്ററായി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടോ? കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ടീച്ചർ ആകുമ്പോൾ കുറച്ചുകൂടി റീച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ, പക്ഷെ മിനിസ്റ്റർ ആകുമ്പോൾ അത്ര എളുപ്പമായി. എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഇപ്പം മുതിർന്ന ആളുകളാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് ഞാൻ ടീച്ചറായത് എത്ര നന്നായി എന്നുള്ളതാണ്. കാരണം ഞാൻ മിനിസ്റ്റർ ആയപ്പോഴും ചില മേഖലകളിലൊക്കെ ഇപ്പോൾ CPIM വലിയ അങ്ങനെ വേരോട്ടമുള്ള സ്ഥലം അല്ലാത്തതും ഉണ്ടല്ലോ കേരളത്തിൽ. ചില മേഖലകളിൽ മുസ്ലിം ലീഗിൻ്റെ ഭൂരിപക്ഷ മേഖലയായിരിക്കും, ചില ഭാഗങ്ങൾ കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ളതായിരിക്കും. അത്തരം സ്ഥലത്തെല്ലാം പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോഴും മുതിർന്ന കുട്ടികളാണ്. അവർ ഇത് വേറൊരു പാർട്ടിയുടെ മന്ത്രിയാണെന്ന രീതിയിലല്ല, അല്ലെങ്കിൽ വേറൊരു പാർട്ടി തിരഞ്ഞെടുത്ത മന്ത്രിയാണ്, മന്ത്രിയാൽ എല്ലാവരുടെയും മന്ത്രിയാണ്, ഇത് ഞങ്ങളുടെ ടീച്ചറാണ് എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട്
എന്നെ ഊർജ്ജതന്ത്രം പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? ഇത്രാം ക്ലാസ് പറയും 9ാം ക്ലാസ് ബി അല്ലെങ്കിൽ 8ാം ക്ലാസ് ജി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം ആ കുട്ടികളുടെ മനസ്സിലത് കല്ലിൽ കൊത്തിയതുപോലുള്ള ഓർമ്മയാണ്. അവരുടെ ആ ടീച്ചറാണ് ഇപ്പോൾ അവരുടെ മന്ത്രിയായിട്ടുള്ളത് എന്നൊരു മനോഭാവമുണ്ട്. അത് ജീവിതത്തിൽ ഏറെ സന്തോഷിപ്പിച്ചൊരു വിഷയമാണ്. അപ്പോൾ പിന്നെ ടീച്ചറെ പിന്നെ ടീച്ചർ ഇന്ന് മിനിസ്റ്ററായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മിനിസ്റ്റർ? കാരണം ഭയങ്കര ചലഞ്ചസ് ഉള്ള സമയമായിരുന്നില്ലേ? നിപ്പ, കോവിഡ്, ഒരു തരത്തിലും സമാധാനം കിട്ടിയ സമയമായിരുന്നില്ലല്ലോ. അത് നിപ്പയും കോവിഡും മാത്രമല്ല, പ്രളയവും ഓഖിയുമെല്ലാം ആരോഗ്യ മേഖലയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഞാൻ കാണുന്നത് അത് മാത്രമല്ല, മന്ത്രിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമല്ലോ മനസ്സിൽ. അതിൽ ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറിയും അതുപോലെ DHSും DMOമാരും DPMമാരും ഒക്കെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാകെ ഞങ്ങളൊരു വളരെ ഫ്രാങ്കായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുക, മുഖ്യമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ്. ഇതെല്ലാം കൂടി ചേർത്ത് ആരോഗ്യ വകുപ്പിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള നല്ലൊരു പദ്ധതി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻ്റർനാഷണലായിട്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ചില സുസ്ഥിര വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിൽ 2015 അത് പബ്ലിഷ് ചെയ്തത്. ഒരു 10-17 കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിച്ചത്. അതിൽ 3ാമത്തെ കമ്പോണൻറ്റ് ഹെൽത്ത് സംബന്ധിച്ചാണ്. അപ്പോൾ ലോകത്താകെയുള്ള ആരോഗ്യ മേഖല പരിശോധിച്ചിട്ട് എന്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വായിച്ചു. അതിൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗം പ്രത്യേകിച്ചും മനസ്സിലാക്കി. പൊതുവേയുള്ളൊരു ധാരണ, നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ 1980-കൾക്ക് ശേഷം നമ്മുടെ പ്രൈമറി തലം കുറേ മങ്ങിപ്പോയിരുന്നു. സ്വകാര്യ മേഖലയിൽ ധാരാളം ആശുപത്രികൾ വന്നു. അതിൽ തന്നെ അതിലും സ്പെഷ്യാലിറ്റിയിലേക്കാണ് കേന്ദ്രീകരിച്ചത്. അതിനോട് കിടപിടിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളും കാര്യങ്ങളും വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ലെങ്കിലും. പക്ഷെ താഴെ തലത്തിൽ ജനങ്ങൾ ആദ്യം ആരോഗ്യ പ്രശ്നങ്ങൾ പറയേണ്ടുന്ന കേന്ദ്രം, അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടേണ്ടുന്ന കേന്ദ്രം അത് PHC ആണ്. ആ PHC ഉച്ചവരെ മാത്രമേ ഫങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ PHCയും പഞ്ചായത്തിൽ ഒരു PHC ആണ്. അവിടെ വൈകുന്നേരം ആരുമില്ല. ഉച്ചയ്ക്ക് ശേഷം അസുഖം വന്നാൽ PHC പോകാൻ പറ്റില്ല. ഒരു ഡോക്ടറേ ഉള്ളൂ ഒരു PHCയിൽ. അപ്പോൾ ആ ഡോക്ടർക്ക് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റില്ല. ഉച്ചവരെയാണ് പ്രവൃത്തി സമയം. 2 മണി വരെയൊക്കെ ആണെങ്കിലും ഒരു 12:30 ആകുമ്പം പല PHCയുടെയും പ്രവർത്തനം അവസാനിക്കും. അതുകൊണ്ട് ജനങ്ങൾ അവിടത്തേക്ക് ചെല്ലാൻ അധികം താല്പര്യപ്പെട്ടിരുന്നില്ല. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ചില പരിശോധനകൾ, ഒരു പനിയോ വൈറലൊരു അസുഖമൊക്കെ വന്നാൽ രക്തവും അതുപോലെ തന്നെ മലവും മൂത്രവും ഒക്കെ പരിശോധിക്കാനുള്ള ഒരു ലാബ് അത് PHCയിലില്ല. അവർക്ക് പിന്നെ പട്ടണത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, യൂറിനറി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം താഴെ തലത്തിൽ സിമ്പിളാണ് അതിൻ്റെ പരിശോധനയെങ്കിലും ആളുകൾക്കത് അഫോർഡബിൾ അല്ല, ആക്സസിബിളും അല്ല, അകലെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തത് പ്രൈമറിയെ ബലപ്പെടുത്തുക, രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ്. കോവിഡ് നിപ്പയിൽ അതിന് ശേഷമാണ്. പക്ഷേ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ പരിഷ്കാരവും സ്റ്റാൻഡേർഡൈസേഷനുമാണ് ഞാൻ ഇന്നും പ്രധാനമായിട്ട് കാണുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, 5 കൊല്ലം കൊണ്ടൊന്നും നമ്മൾ അത്ര ഒരു വലിയ സ്വപ്നം കണ്ടാൽ ഒരു ചേഞ്ച് ആകെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിനടിത്തറയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ നിപ്പ എന്ന് പറയുന്നത് വലിയ, പ്രത്യേകിച്ചും കേരളത്തിന് ആദ്യമായിട്ടാണ് നിപ്പ എന്ന് കേൾക്കുന്നത്. കോവിഡും അതെ, പക്ഷെ എന്നിരുന്നാൽ തന്നെ നിപ്പ എന്ന് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അത് പെട്ടെന്ന് വരുന്നു, ഈ പറയുന്നത് പോലെ ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നല്ലോ. ടീച്ചർ രാത്രിയിൽ തന്നെ അവിടേക്ക് എത്തുന്നു, കോഴിക്കോടേക്ക് എത്തുന്നു. ഒരു വല്ലാത്തൊരു സമയമായിരുന്നു. അത് എങ്ങനെയാണ് ടീച്ചർ ഇപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ദിവസങ്ങൾ എങ്ങനെയായിരുന്നു ടീച്ചർ? അതെ, അത് ഞാനിപ്പം ചാരിതാർത്ഥത്തോടെയാണ് ഓർക്കുന്നത്. കാരണം വളരെ പെട്ടെന്നൊരു ടീം ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഒരു ടീമിൻ്റെ പ്രസക്തി എന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചു. ഇത് എന്നോട് അതിലൊരുപാട് കണ്ണികളുണ്ട്, ഞാൻ മാത്രമല്ല. അതിൻ്റെ തുടക്കം മുതൽ കാര്യങ്ങൾ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന കോഴിക്കോട് മന്ത്രിയിൽ നിന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നിപ്പയാണെന്നൊന്നും അറിയുന്നതിന് മുമ്പേ
TP രാമകൃഷ്ണൻ, ഞാൻ രാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ്, നമ്മൾ നേരത്തെ പരിചയമുള്ളത്. രാമകൃഷ്ണേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ ഇവിടെ ഒരു കുടുംബത്തിൽ അസാധാരണമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്, ഒരു കടുത്ത പനിയും അവരിങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥത കാണിക്കുന്നു, നല്ല ചുമയുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചുപോയി, ബാക്കി 3 പേര് മരണത്തോട് മല്ലടിക്കുകയാണ്. സാധാരണ പനിയൊന്നുമല്ല, എന്തോ ചില പ്രത്യേകതകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ടീച്ചർ അതെന്താണെന്ന് നോക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു പ്രത്യുൽപ്പന്നമതിത്വം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പറയാൻ തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അത് നോക്കാം, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കോഴിക്കോടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണൂർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് നായനാർ അക്കാദമിയുടെ ഉദ്ഘാടനം എന്നുള്ളത്, അതിൻ്റെ പ്രവൃത്തി ആരംഭം എന്നുള്ള നിലയിൽ പിന്നെ ഞങ്ങളുടെ സീതാറാം യെച്ചൂരി വന്നിട്ടുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ CM-നോട് പറഞ്ഞു, കോഴിക്കോട് എന്തോ ഒരു അപൂർവമായിട്ടുള്ളതെന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ, എന്താണെന്നറിയില്ല, ഞാനൊന്ന് കോഴിക്കോടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. CM പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പം തന്നെ നമ്മുടെ ഡോക്ടർമാരെയൊക്കെ വിളിച്ചു, ഇത് പരിശോധിക്കാൻ സാമ്പിൾ അയക്കണം. അപ്പോൾ അവർ പറഞ്ഞു സാമ്പിൾ ഇപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു. അതിൽ നമ്മുടെ പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അനൂപ് ജയകൃഷ്ണൻ, അവർ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് കൂടുതൽ അറിയാൻ വേണ്ടി ഇതിൻ്റെ സ്വാബ് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനിത് MLA പറഞ്ഞ ഉടനെ, അന്നത്തെ മന്ത്രി പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ഹെൽത്ത് സെക്രട്ടറി രാജീവ് സദാനന്ദനെയും അതുപോലെ ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ സരിതയെയും വിളിച്ചറിയിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ DMO ആയിട്ടുള്ള റീന ഒക്കെ ഉണ്ടായിരുന്നു, അഡീഷണൽ DHS ഒക്കെ ആയിട്ട്, അവരെല്ലാം അറിയിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു സാമ്പിൾ നമ്മൾ മണിപ്പാലിലേക്ക് അയച്ചിട്ടുണ്ട്. മണിപ്പാലിൽ അയച്ചാൽ പോരാ, അവിടെ നിന്നാണ് എളുപ്പം റിസൾട്ട് കിട്ടുക. പക്ഷേ നമുക്കിത് എന്തായാലും റിസൾട്ട് വന്നാൽ അനൗൺസ് ചെയ്യണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കണം. അപ്പോൾ ഞാൻ വഴിക്കുന്നത് തന്നെ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ അങ്ങനെ അയക്കേണ്ടി വരും. അവിടെ മണിപ്പാലിൽ അവിടുത്തെ ഡോക്ടർ അരുണുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അരുണാണ് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ മേധാവി. അപ്പോൾ അരുണിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നെ ഫോൺ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, മേഡം ഒരല്പം ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് സംശയമുണ്ട്. ഓൺ ദ വേ ആണ് ഞാൻ വിളിക്കുന്നത്, കോഴിക്കോടേക്ക് പോകുന്ന വഴിയിൽ. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ? അല്ല എനിക്കൊരു സംശയം, ഇത് നിപ വൈറസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു അത് കുറച്ച് കടുപ്പമുള്ളതല്ലേ, നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടാവാത്തതല്ലേ. അപ്പോൾ പറഞ്ഞു ലോകത്തിൽ തന്നെ 3-4 ഇടങ്ങളിലേ വന്നിട്ടുള്ളൂ, വലിയ മോർട്ടാലിറ്റി റേറ്റുള്ള വൈറസാണ് അതാണെങ്കിൽ. അപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടറിന് ഒരു കാര്യം ചെയ്യൂ, ഡോക്ടറിന് കോഴിക്കോടേക്ക് വരാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുറകെ ആരുണ്ട് കുറച്ച് ദൂരെയായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഞാൻ DHS-നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. DHS നേരത്തെ തന്നെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും നമുക്ക് നടത്താം. അങ്ങനെ ആളുകൾ വിളിച്ചു, സൂപ്രണ്ടുമാരെ, ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരെ, മെഡിക്കൽ കോളേജിൻ്റെ HOD-മാരെ, പ്രിൻസിപ്പാളിനെയും അതുപോലെ തന്നെ സൂപ്രണ്ടിനെയും എല്ലാം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, DMO DPM എല്ലാവരും. ഞാൻ ചെല്ലുമ്പോഴേക്കും ആദ്യം ഒരു ആലോചന രാമകൃഷ്ണനുമായിട്ട് അവർ നടത്തി കഴിഞ്ഞിരുന്നു. ഞാൻ ചെല്ലാൻ അവർ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് നിപ്പയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് നോക്കി എന്താണ് ഈ വൈറസ്, നമുക്കറിയില്ലല്ലോ. അത് പരിശോധിക്കുമ്പോഴാണ് പേടി കൂടി വന്നത്. ഇത് മറ്റേ സുങ്കായ് നിപ്പ എന്ന് പറയുന്ന ഒരു സുങ്കായ് നദിക്കരയിലാണ് മലേഷ്യയിൽ ആദ്യമായിട്ട് ഈ വൈറസിനെ കണ്ടത്. 100 കണക്കിന് ആളുകൾ മരിച്ചതിന് ശേഷമാണ്. ആളുകൾ മാത്രമല്ല, പന്നിയിൽ നിന്നാണ് പകരുന്നത് എന്ന് കരുതി പന്നി ഫാം മുഴുവൻ കൂട്ടത്തോടെ പന്നികളെ കൊന്നൊടുക്കിയതിന് ശേഷമാണ് ഇത് ഒരു പുതിയ വൈറസാണെന്ന് ഒരു ഹുവ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അത് കണ്ടെത്തുന്നത്. അദ്ദേഹം അതിനെ കണ്ട രംഗം വിശദീകരിക്കുന്നത് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഈ മൈക്രോസ്കോപ്പിൽ വളരെ ഇതൊരു നല്ല തിളങ്ങുന്ന ഒരു സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഒരു വൈറസിനെ കണ്ടെത്തി അത് വളരെ പ്രഹരശേഷിയുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഒരു നിമിഷം തണുത്തുറഞ്ഞു പോയി എന്നാണ് ആ ശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുള്ളത് പിന്നീട്. അപ്പോൾ ഇതെല്ലാം മോർട്ടാലിറ്റി റേറ്റ് 70% to 100% വരെ ആകാം. അപ്പോൾ ഇത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ മോർട്ടാലിറ്റി എത്ര കൂടുമെന്നുള്ള ആശങ്കയാണ് എനിക്കുണ്ടായത്. ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്ന പോക്കിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കോഴിക്കോട് എത്തുന്നത്.
അവിടെ എത്തി ഇറങ്ങുമ്പോൾ തന്നെ പത്രക്കാരൊക്കെ എല്ലാ മാധ്യമക്കാരും ഉണ്ട്. അവർക്കെന്തോ സംശയമുണ്ട്, എന്തോ ഗുരുതരാവസ്ഥ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ അവർ ചോദിച്ചു, മേഡം ഇതെന്തോ ഗുരുതരാവസ്ഥ, ആർക്കും ഒരു ചെറിയ ഹിൻഡ് കിട്ടിയ മറ്റുണ്ടായിരുന്നു, എന്തോ ഒരു അപൂർവ വൈറസോ മറ്റോ ആണ്. ഞാൻ പറഞ്ഞു ആവാനാണ് സാധ്യത, സാധാരണ ഉള്ളതുപോലെ അല്ല. അത് എന്താണത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൂനെയിൽ നിന്ന് റിസൾട്ട് വന്നാൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും കരുതിയിരിക്കണം, ലേശം അപൂർവമായിട്ടുള്ള ഒരു വൈറസ് തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ പൂനെയിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷമാണ് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ രാത്രിയത്തെ മീറ്റിങ്ങിൽ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി നമ്മൾ. അത് എല്ലാ ILI സാരി കേസുകൾ, അതായത് ഇത് ചുമയും ഒരു ആസ്മ പോലുള്ള അസ്വസ്ഥതയും ഡെലീറിയം എന്നുവെച്ചാൽ തലച്ചോറിനെ ബാധിച്ചിട്ട് ആകെ ഒരു എന്തൊക്കെയോ പാനിക് പോലെ, അതെ അതെ അങ്ങനെയൊക്കെയാണ് വരുന്നത്, ശക്തമായ ചുമയും. അപ്പോൾ ഞങ്ങൾ താഴെയുള്ള എല്ലാ ആശുപത്രിയിലും വിവരം കൊടുത്തു, പനിക്ക് വേറെ തന്നെ ക്യൂ വേണം ഇനി, ഫീവർ ആൻഡ് പിന്നെ കഫ് ഉണ്ടെങ്കിൽ. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പറയുന്ന സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച് സ്വാബ് എടുത്ത് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എല്ലാ താഴെയുള്ള ആശുപത്രികളിലടക്കം പനി ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം ചെയ്തപ്പോൾ. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് ILI, അതുപോലെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി പിന്നെ സിംറ്റംസ് അത് പെട്ടെന്ന് വേർതിരിച്ചു. അപ്പോൾ ക്യൂവിൽ നിന്നെടുക്കുന്ന പകരുന്നത് ഒഴിവാക്കാം നമുക്ക്. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും അഫക്റ്റഡ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് പകരാതെ നമുക്ക് തടയുകയും ചെയ്യാം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. അന്ന് തന്നെ ഞങ്ങൾ ക്വാറൻറ്റൈൻ ചെങ്ങരോത്ത് ഗ്രാമം അടച്ചിടാൻ തീരുമാനിച്ചു. അതൊക്കെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഒരു ഡിസ്കഷൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു, അത് നമുക്ക് ഇവിടുന്ന് പുറത്തു പോകരുത്, ഒരൊറ്റ പേഷ്യൻ്റ്, ഒരൊറ്റ ആളുകൾ. ആദ്യം ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽ അസുഖം വന്നു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെ അടച്ചിടുക. പക്ഷേ ഗ്രാമത്തെ അടച്ചിടുക, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ വോളണ്ടിയർമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ട് അവർക്ക് എന്താ വേണ്ടത് അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ വോളണ്ടിയർമാരൊക്കെ ആയി. അവർക്കൊന്നും വിഷമം, നിങ്ങൾ വീട്ടിനകത്ത് 28 ദിവസം കഴിയണം ഈ ഗ്രാമത്തിലുള്ളവർ. അപ്പോൾ അത് കൂട്ടാക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ പോയി പറയണം. ദിവസം പറഞ്ഞാൽ എല്ലാവരും മീഡിയാസ് പറഞ്ഞത് പെട്ടിയൊക്കെ എടുത്ത് എല്ലാവരും ബന്ധു വീട്ടിലേക്കൊക്കെ പോകാൻ പാക്ക് ചെയ്തിരിക്കുകയാണ്. അത് പേടിപ്പിച്ചു ഞങ്ങളെ. രണ്ടാമത്തെ ദിവസം ഞാൻ അവിടത്തേക്ക് പോകാൻ തയ്യാറപ്പോൾ മിനിസ്റ്റർ TP രാമകൃഷ്ണൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടാക്കിയില്ല. അത് പറ്റില്ല, ഞാനും വരുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും ഞാനും പിന്നെ പിറ്റേന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ടീം വന്നിരുന്നു. അവരും എല്ലാം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അവർ അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങോട്ടൊരു കുറച്ച് പേര് പിന്നെ പുറപ്പെട്ടിരുന്നു. അതിലൊരാൾ SK ഗുപ്ത, പിന്നെ അതിലൊരാൾ, അതുപോലെ തന്നെ അപ്പോൾ ഈ ഡോക്ടർ അരുണുണ്ട്, പിന്നെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗഫൂർ, കോഴിക്കോടുകാരനാണ്. ഗഫൂർ എന്നെ വിളിച്ചു, അത് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കുന്ന. ഞാൻ പറഞ്ഞു പോണ്ട, കുറച്ച് ദിവസം കൂടി ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അതെ അതെ, അങ്ങനെ ഗഫൂറിനും അത് വലിയ സന്തോഷമായി. അങ്ങനെ ഡോക്ടർ ഗഫൂർ എല്ലാവരും കൂടി ഉണ്ട്, ഞങ്ങളവിടെ പോയി. അപ്പോൾ ചിലർ ഈ കിണറ്റിൽ നിന്നാണ് ഈ ബാറ്റ്സ് ഉള്ളത്, ബാറ്റ്സ് ആണ് കാരിയർ എന്നറിയാം. അപ്പോൾ അവിടുത്തെ ഒരു കിണറ്റിൽ ഇതുണ്ട്, കിണർ വൃത്തിയാക്കാൻ ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിയിരുന്നു സാബിത്ത്. അതുകൊണ്ട് അവിടെ നിന്നാണോ എന്നുള്ള സംശയം വന്നിട്ട് കിണർ വലയിട്ട് ആ ബാറ്റ്സ് പറന്നു പോവാതെ അതിനെ പിടിച്ചിട്ട് നോക്കണമല്ലോ, അതെല്ലാം സൂക്ഷിച്ചിരുന്നു. അവിടെ PP ഒക്കെ ധരിച്ചിട്ടുള്ള ആളുകളെ പോയിട്ടുള്ളൂ. അപ്പം മീഡിയാസൊക്കെ എന്നോട് ചോദിച്ചു നമുക്കവിടെ പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണ്ട, ഞാൻ പോകുന്നില്ല. അവിടെ കിണറ്റിനടുത്ത് നോക്കിയിട്ടൊന്നും കിട്ടാനില്ല. പഞ്ചായത്ത് ഓഫീസിൽ പോയി, അവിടെ ജനങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കുന്നത് ശരിയല്ല, പക്ഷെ അവരോട് പറയണമല്ലോ. അവിടെ വെച്ച് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ ഗ്രാമം വിട്ട് പോകരുത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി പനിയോ മറ്റോ വന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി നിങ്ങൾ പോകും, അത് മരണകാരണമായിട്ട് മാറിയേക്കാം. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ട് പോകരുത്. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെയാണ് ക്വാറന്റൈൻ എന്നുള്ളത്. പിന്നെ കോവിഡ് വന്നപ്പോൾ ക്വാറന്റൈൻ ഞങ്ങൾക്ക് ക്വാറന്റൈൻ ആക്ച്വലി ഈ നിപ്പ കാലത്ത് പോലും ക്വാറന്റൈൻ അങ്ങനെ ഈ കോഴിക്കോടുകാർ കേട്ടല്ലാതെ പുറത്ത് കേട്ടിട്ടില്ല. ആ ക്വാറന്റൈൻ തന്നെയാണ് ഞങ്ങളെടുത്ത് കേരളം മുഴുവനാക്കിയത്. പക്ഷേ സാധാരണമാം വിധം ജനം അനുസരിച്ചു, പിന്നെ സഹകരിച്ചു. അതും കോഴിക്കോട് പോലെ വളരെ തിരക്കുള്ള നഗരമാണല്ലോ, നഗരമാണ്. മൊത്തം അടച്ചു പൂട്ടുക എന്നൊക്കെ വലിയ ഭയം. കോഴിക്കോട് ആകെ അടച്ചു പൂട്ടിയിരുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ ഈ ചെങ്ങരോത്ത് ഗ്രാമം
അടച്ചു. അത് പൂർണ്ണമായിട്ട്. പക്ഷെ കോഴിക്കോട് ഞങ്ങൾ പ്രഖ്യാപിക്കാതെ അടഞ്ഞു. കാരണം നിപയാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാണ്ടായി. കോഴിക്കോട് വഴി ട്രെയിൻ യാത്ര നടത്തിയാൽ നിപ വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകാൻ പോലും ഭയന്നിട്ടുള്ള ആളുകൾ. റെയിൽവേ സ്റ്റേഷനെല്ലാം അങ്ങ് കാലിയായി. അവിടെ ആൾ വരരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആളുകൾ വല്ലാതെ അസ്വസ്ഥരായിട്ട് അവർ കുറേ പേര് വന്നില്ല. അങ്ങനെ അസ്വസ്ഥരാവേണ്ടതില്ല നമ്മൾ പറഞ്ഞിരുന്നു. ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിപയുടെ ഒരു പ്രത്യേകത, നല്ല സിംറ്റംസ് ഉള്ള സമയത്താണ് പകർച്ച ഉണ്ടാകുന്നത്. അസിംറ്റമാറ്റിക്കിൽ നിന്ന് പകരാം, പക്ഷേ അത്രത്തോളം അത് വ്യാപകമല്ല. എന്നാൽ കോവിഡ് അസിംറ്റമാറ്റിക് ആയിരിക്കുന്ന സമയത്ത് പകരും. പിന്നെ അതിൻ്റെ ഈ ഇൻഫെക്ഷൻ ഡേറ്റ് വളരെ കൂടുതലാണ് നിപയേക്കാളും. അതുകൊണ്ട് ഈ കോവിഡ് നിപ നല്ല സിംറ്റം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ എളുപ്പം. നല്ല ചുമക്കുന്ന ഒരാളെ കണ്ടാൽ മാറിയിക്കാം. ആ ചുമക്കുന്ന ആളോട് മാസ്ക് ഇടാൻ പറഞ്ഞാൽ പകർച്ച ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നല്ലൊരു വർക്ക് നടന്നു. നിപ്പ ഭയങ്കര എന്താ പറയാ, കുറച്ചുകൂടി ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ എടുത്തിരുന്നു തോന്നുന്നു. കുറെ കാരണം മരുന്നും കൊണ്ടല്ല, ഈ പെട്ടെന്ന് ഈ തൊട്ടടുത്തുള്ള മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ, അതായത് ഈ ഒരു കുടുംബം മൊത്തം മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഭയങ്കര അത് സ്വാഭാവികമായിട്ട്. എന്താന്ന് വെച്ചാൽ ഞാനിപ്പം ഗൂഗിൾ സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഈ ഉപകരണം എല്ലാവർക്കും ഉണ്ടല്ലോ. ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരും മറ്റൊക്കെ അവരെ കണ്ടാൽ ഇപ്പോൾ പകരുന്നുള്ള മട്ടിലായിരുന്നു. നഴ്സുമാരെ ഓട്ടോറിക്ഷയിലൊന്നും കയറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കൈ നീട്ടിയാൽ ഓട്ടോ ഡ്രൈവറോ പേടിച്ചിട്ട് ഓടിച്ചു പോയ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈകാരികമായി പിന്നെ ആളുകൾക്ക് മനസ്സിലായി ഈ വൈറസ് നമ്മൾ ശ്രദ്ധിച്ചാൽ പകർച്ച ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഈ ആദ്യത്തെ 18 പേർക്ക് നമ്മൾ അറിയുന്നതിന് മുമ്പേ പകർന്നതാണ്. അങ്ങനെ ആദ്യത്തെ സാബിത്ത് അവിടെ പിന്നെ ഇമേജിംഗ് യൂണിറ്റിൽ വന്നപ്പോൾ അവിടുത്തെ CT എടുക്കാൻ വന്ന സമയത്ത് സാബിത്തിന് നിപ്പയാണെന്ന് അറിയില്ല. നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിസരത്തൂടെ പോയവരും അതിനകത്ത് വർക്ക് ചെയ്തവരൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾക്ക് കിട്ടി. പിന്നെ മലപ്പുറത്തുള്ളൊരു കുടുംബത്തിന് കിട്ടിയത് അങ്ങനെയാണ്. അവിടെ അവർ വേറെ ചികിത്സക്ക് വന്നിട്ട് ഇതിൻ്റെ വെളിയിൽ ഇരുന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ത്യാഗപൂർണമായ വർക്കാണ് ഡോക്ടർമാരും നഴ്സുമാരും ആശാ വർക്കർമാരൊക്കെ നടത്തിയത്. ഇപ്പോൾ തിരിഞ്ഞു നമുക്ക് ഇങ്ങനെ ഇത് ആരെങ്കിലും നാളെ പ്രകൃതി, കാരണം നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കുന്ന പ്രോട്ടോക്കോൾ ഒന്നും ആശ്രയിക്കാൻ എവിടെയില്ല. ലോകം മുഴുവൻ പരന്നു നോക്കി, അങ്ങനെ ഒരു പ്രോട്ടോക്കോളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ നല്ലൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി. ഇനിയിപ്പം അത്തരത്തിലുള്ളത് വരുമ്പോൾ നമ്മുടെ അടുത്തുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, നമുക്ക് ഭയമില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ അന്ന് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു, വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കും പോലെ വരുന്നവരെ ചികിത്സിക്കാമെന്ന് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ഭയാനകമാവുമായിരുന്നു. പക്ഷേ ആ ടീമിന് അന്ന് വളരെ ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കൂടെ അന്ന് ജോലി ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ വളരെ നന്ദിയോടെയാണ് സ്മരിക്കുന്നത്. കാരണം ഒരു ടീമായിരുന്നു. ഞങ്ങൾ മന്ത്രിയെന്നോ അല്ലെങ്കിൽ സെക്രട്ടറി എന്നോ ഡോക്ടറെന്നോ ആശാ വർക്കറെന്നോ ഞങ്ങൾക്കൊരു ഭേദം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ്. ഇത് കേരളമാണ്, അത്രയേ ഉള്ളൂ അല്ലേ? കൃത്യമായിട്ടും കേരളത്തിലായതുകൊണ്ടായി സാധിക്കുന്നത്.